ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റെബിലൈസറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ടൈം ഡിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു V-Guardൻ്റെ സ്റ്റെബിലൈസർ എടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റെബിലൈസർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് പോയി വന്നതിന് ശേഷം സഡനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഒരു ചെറിയൊരു ടൈം ഡിലേ ഉണ്ട്. അപ്പോൾ ആ ഡിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഈ സ്റ്റെബിലൈസർ ആദ്യം ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബോർഡ് എങ്ങനെയാണ്, അതിനകത്ത് എന്തെല്ലാം കമ്പോണൻസ് ആണ്, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിനകത്തൊരു ട്രാൻസ്ഫോമറുണ്ട്, അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു PCB ബോർഡുണ്ട്. ഈ ബോർഡിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ബോർഡ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡും ഫുള്ള് SMD കമ്പോണൻസ് ആണ്. അതുപോലെ തന്നെ ഡയോഡ്, റെസിസ്റ്റർ, IC, ജനറൽ ഡയോഡ് എല്ലാം ഉണ്ട്. SMD കമ്പോണൻസ് ആണ്. ഈ സൈഡിൽ 2 റിലേ ഉണ്ട്. പിന്നെ കപ്പാസിറ്ററുകൾ, റെസിസ്റ്ററുകൾ, അങ്ങനെയുള്ള കമ്പോണൻസുകളാണ് ഈ സൈഡിലുള്ളത്. അപ്പോൾ ഈ ബോർഡിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ വോൾട്ടേജിനെ വേരിയേഷൻ വരുമ്പം അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ ഔട്ട്പുട്ട് ഓൺ ആകാനും ഓഫ് ആക്കാനൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ഈ SMD IC ആണ്. ഒരു കമ്പാരറ്റർ IC ആണ്. ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്താണ് ഹൈ വോൾട്ടേജ് ആണ് വരുന്നത്. ഏകദേശം 230 വോൾട്ടേജിനും താഴെയും മുകളിലൊക്കെ ഇവിടെ വരുന്നുണ്ട്. ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വൈൻഡിങ്ങുകളാണിത്. ഞാൻ ഈ ചെക്ക് ചെയ്യുന്നത് റിലേ ആണ്. അപ്പോൾ ഈ റിലേ നോർമലി ക്ലോസ് ആണ്. ഈ പൊസിഷൻ ഇത് നോർമലി ക്ലോസ് ആയിട്ടുള്ള പൊസിഷനും ഇത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള പൊസിഷനുമാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഈ റിലേ ഈ സ്റ്റെബിലൈസറിനെ ഔട്ട്പുട്ടിനെ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ റിലേ ആണ് ഈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ടാപ്പിങ്ങിലേക്കാണ് വരുന്നത്, കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻ ഹൈ ആയിക്കഴിഞ്ഞാൽ ലോ ആക്കി നമുക്ക് തരാനും, ലോ വോൾട്ടേജ് ആണെങ്കിൽ അതിനെ ഏകദേശം 230 വോൾട്ടേജിനടുത്ത് എത്തിക്കാനും ഈ റിലേയാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വോൾട്ടേജ് വേണം. അതിനിവിടെ AC വോൾട്ടേജ് 14.6 വോൾട്ടേജ് AC വോൾട്ടേജ് വരുന്നുണ്ട്. അതിനെ നമ്മൾ വീണ്ടും റെക്ടിഫിക്കേഷനൊക്കെ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 18.2 വോൾട്ടേജാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഡിലേ സഹായിക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ നെഗറ്റീവിൽ പോസിറ്റീവിൽ ഞാൻ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് DCയിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെബിലൈസർ ഓൺ ചെയ്തു. ഇപ്പോൾ ഏകദേശം 400 സംതിങ് മില്ലി വോൾട്ടേജാണ് വരുന്നത്. ഇതാണ് ഈ സ്പീഡിലാണ് വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യുകയാണ്. അത് കാരണം നിങ്ങൾക്ക് സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നും. പക്ഷേ ഇതാണ് ഈ വോൾട്ടേജ് ഇൻക്രീസ് ആകുന്ന സ്പീഡ്. ഇപ്പോൾ 800 സംതിങ് മില്ലി വോൾട്ടേജാണ് വന്നേക്കുന്നത്. ഇപ്പോൾ 900 സംതിങ് മില്ലി വോൾട്ടേജ് വന്നു. ഇപ്പോൾ 1 വോൾട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് 3.5 വോൾട്ടാണ്. അപ്പോൾ ഞാനൊന്ന് ഫോർവേഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇച്ചിരി ഫാസ്റ്റിൽ വീഡിയോ ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ടാണ് വോൾട്ടേജ് ഇൻക്രീസ് ആകുന്ന സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന 3.5 വോൾട്ടേജിനെ എത്തിക്കഴിയുമ്പോൾ, ഈ കപ്പാസിറ്ററിൽ 3.5 വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ റിലേ ട്രിപ്പാകുകയും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യും. ഇപ്പം 3.4 ആയിട്ടുണ്ട്. 3.5 ആകുമ്പോൾ റിലേ ട്രിപ്പായി ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ റിലേ ട്രിപ്പായിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് റിലേ സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പം ഈ ചാനൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ മറ്റു വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.